ഓക്കെ, നമ്മൾ അടുത്തത് പറയുന്നത് എന്താണ്? ആപ്ലിക്കേഷൻസ് ഓഫ് ഗ്രാഫ്സ് ആണ്. അപ്പോൾ എന്താണ് ഗ്രാഫ്സ്? ഡാറ്റ സ്ട്രക്ചേഴ്സ് ആർ പവർഫുൾ അബ്സ്ട്രാക്ഷൻ. ദ ക്യാൻ ബി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ മോഡലിംഗ് ഡാറ്റ. ഗ്രാഫിൽ എന്തൊക്കെയുള്ളത്? വേർട്ടിസസ് ഉണ്ടായിരിക്കും, എഡ്ജസ് ഉണ്ടായിരിക്കും. അപ്പം സം ഓഫ് ദ മെനി ആപ്ലിക്കേഷൻസ് ഓഫ് ഗ്രാഫ്സ്, കുറച്ച് ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻസ് നോക്കാം. ഫസ്റ്റ് എന്താണ്? സോഷ്യൽ നെറ്റ്വർക്ക് ഗ്രാഫ്സ്. സോഷ്യൽ നെറ്റ്വർക്ക് ഗ്രാഫ്സ് എക്സാമ്പിൾ നമ്മൾ ട്വിറ്ററിനെ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഹൂ ഫോളോസ് ഹൂം, ആരെ ഫോളോ ചെയ്യുന്നു എന്നുള്ളതും, പിന്നെ എന്ത് ഇൻഫർമേഷൻസാണ് പാസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് ടോപ്പിക്കാണ് ഇപ്പം കൂടുതൽ ഹോട്ടായിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കമ്മ്യൂണിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് എന്ത് സോഷ്യൽ നെറ്റ്വർക്ക് ഗ്രാഫ്സ് പറയുന്നത്. ഗ്രാഫ്സ് ദാറ്റ് റെപ്രസെൻറ്റ് ഹൂ നോസ് ഹൂം, who communicates with whom, who influences whom, or other relationship in social structures. എക്സാമ്പിൾ പറയുന്നത് ട്വിറ്റർ ഗ്രാഫ്സ് ആണ്. ഇനി നെക്സ്റ്റ് എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്ക്. ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്കിൽ ഗൂഗിൾ മാപ്പ് അല്ലെങ്കിൽ ബിങ് മാപ്പൊക്കെ ബെസ്റ്റ് റൂട്ട് ഏതാണ്, ലൊക്കേഷൻ വെച്ച് നോക്കുമ്പം ഏതാണ് ബെസ്റ്റ് റൂട്ട്സ് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, ഫൈൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെയൊക്കെ എന്താണ് യൂസ് ചെയ്യുന്നത്? ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്ക് ഗ്രാഫ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കൂടാതെ ഓൾസോ യൂസ്ഡ് ഫോർ സ്റ്റഡിയിങ് ട്രാഫിക് പാറ്റേൺസ്, ട്രാഫിക് ലൈറ്റ് ടൈമിങ്സ് ആൻഡ് മെനി ആസ്പെക്ട്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻസ്. ഇതും കൂടെ ഗ്രാഫിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് എന്താണ്? യൂട്ടിലിറ്റി ഗ്രാഫ്സ്. യൂട്ടിലിറ്റി ഗ്രാഫിൽ എന്താ പറയുന്നത്? ദ പവർ ഗ്രിഡ്, ദ ഇൻ്റർനെറ്റ് ആൻഡ് ദ വാട്ടർ നെറ്റ്വർക്ക് ആർ ഓൾ എക്സാമ്പിൾസ് ഓഫ് ഗ്രാഫ്സ്. ഇവിടെ എന്താണ്? യൂട്ടിലിറ്റീസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വാട്ടർ നെറ്റ്വർക്കിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വേർട്ടീസസ് ആയിട്ട് ഉപയോഗിക്കുന്നത് കണക്ഷൻ പോയിൻറ്റ്സ്. എന്താണ് കണക്ഷൻ പോയിൻറ്റ്സ്? അതായിരിക്കും അവിടെ വേർട്ടീസസ് ആയിട്ട് ഉണ്ടാവുക. അതേപോലെ എഡ്ജസ് ആയിട്ട് വരുന്നത് വയേഴ്സ് അല്ലെങ്കിൽ പൈപ്പ്സ് ഒക്കെ. അത് ആ കണക്ഷൻ പോയിൻറ്റുകൾ തമ്മിലുള്ള പൈപ്പ്സും വയേഴ്സും ഒക്കെ ആയിരിക്കും അവിടുത്തെ എഡ്ജസ്. പിന്നെ കൂടാതെ ഇത് ഈ യൂട്ടിലിറ്റി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന് ഒരു എന്താ പറയുക, അത് ഈ യൂട്ടിലിറ്റീസിൻ്റെ ഫെയിലിയർ അല്ലെങ്കിൽ അറ്റാക്ക് എന്തെങ്കിലും സംഭവിക്കുക, അതിൻ്റെ റിലയബിലിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ കൂടി ഈ ഗ്രാഫ്സ് ഹെൽപ്ഫുള്ളാണ്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഡോക്യുമെൻറ്റ് ലിങ്ക് ഗ്രാഫ്. ഇതിൻ്റെ ഒരു ബെസ്റ്റ് നോൺ എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? വെബാണ്. എന്താണ്? ഒരു വെബ് വേർ ഈച്ച് വെബ് പേജ് ഈസ് എ വേർട്ടെക്സ്. ഓരോ വെബ് പേജും എന്താണ്? വേർട്ടെക്സ് ആയിരിക്കും. അതേപോലെ ഓരോ ഹൈപ്പർ ലിങ്കും എന്തായിരിക്കും? ഡയറക്റ്റഡ് എഡ്ജ് ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? പ്രോട്ടീൻ ഇൻട്രാക്ഷൻസ് ഗ്രാഫ്. പ്രോട്ടീൻ ഇൻട്രാക്ഷൻ ഗ്രാഫ്സിൽ vertices represents protein and edges represent interaction between them and carry out some biological function in cell. ഇതാണ് പ്രോട്ടീൻ ഇൻട്രാക്ഷൻസ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് പാക്കറ്റ് ട്രാഫിക് ഗ്രാഫ്സ് ആണ്. നെക്സ്റ്റ് നെറ്റ്വർക്ക് പാക്കറ്റ് ട്രാഫിക് ഗ്രാഫ്സ്. ഇവിടെ എന്താ? വേർട്ടീസസ് ആയിട്ട് എന്തൊക്കെയാണ്? IP അഡ്രസ്സസ്. പിന്നെ എന്താ? എഡ്ജസ് ആർ ദ പാക്കറ്റ്സ് ദാറ്റ് ഫ്ലോ ബിറ്റ്വീൻ ദം. ആ IP അഡ്രസ്സുകൾ തമ്മിൽ പാസ് ചെയ്യുന്ന പാക്കറ്റുകളാണ്, അതിലൂടെ ഫ്ലോ ചെയ്യുന്ന പാക്കറ്റുകളായിരിക്കും എഡ്ജസ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ സീൻ ഗ്രാഫ്സിൽ ഗ്രാഫിക്സിലും കമ്പ്യൂട്ടർ ഗെയിംസിലുമാണ് സീൻ ഗ്രാഫ്സ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ടു റെപ്രസെൻറ്റ് ദ ലോജിക്കൽ ഓർ സ്പേഷ്യൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഒബ്ജക്ട്സ് ഇൻ എ സീൻ. നെക്സ്റ്റ് ഫൈനൈറ്റ് എലമെൻറ്റ് മെഷസ് ആണ് നെക്സ്റ്റ് ഗ്രാഫ്. ദ എലമെൻറ്റ് അലോങ് വിത്ത് ദ കണക്ഷൻസ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് എലമെൻറ്റ് ഫോം എ ഗ്രാഫ് that is called a finite element measure. എക്സാമ്പിൾ പറയുന്നത് സ്പ്രെഡ് ഓഫ് എർത്ത് ക്വൈക്സ് ത്രൂ ദ ഗ്രൗണ്ട് ഓർ ദ സ്ട്രക്ചറൽ വൈബ്രേഷൻസ് ഓഫ് എ ബിൽഡിംഗ് എക്സെട്ര. എർത്ത് ക്വൈക്കും പിന്നെ ബിൽഡിംഗ് വൈബ്രേഷൻസ് ഒക്കെ എന്താണ്? ഫൈനൈറ്റ് എലമെൻറ്റ് മെഷേഴ്സ് ഗ്രാഫ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് റോബോട്ട് പ്ലാനിങ്ങിൽ vertices represent states the robot can be in and the edges the possible transition between the states. Edges എന്താണ്? പോസിബിൾ ട്രാൻസിഷൻസ്. ആ റോബോട്ടിൻ്റെ ട്രാൻസിഷൻസിനെയാണ് എഡ്ജസ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്.
പിന്നെ ന്യൂറൽ നെറ്റ്വർക്ക്. എന്താണ് ന്യൂറൽ നെറ്റ്വർക്ക്? ന്യൂറൽ നെറ്റ്വർക്ക് ആർ യൂസ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ അവർ ബ്രെയിൻ വർക്ക്സ് ആൻഡ് ഹൗ കണക്ഷൻസ് ചേഞ്ച് വെൻ വി ലേൺ. എന്താണ് വെർട്ടീസസ് റെപ്രസെൻറ്റ് ഇവിടെ എന്താണ് വെർട്ടീസസ് എന്താണ് ന്യൂറോണും എഡ്ജസ് എന്താണ് സിനാപ്സസ് ബിറ്റ്വീൻ ദം. ന്യൂറോൺസുകൾ തമ്മിലുള്ള സിനാപ്സസ് ആണ് ഇവിടെ എഡ്ജസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഗ്രാഫ്സ് ഇൻ ക്വാണ്ടം ഫീൽഡ് തിയറി. ഇവിടെ എന്താണ് വെർട്ടീസസ് റെപ്രസെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് എ ക്വാണ്ടം സിസ്റ്റം ആൻഡ് ദ എഡ്ജസ് ദ ട്രാൻസിഷൻ ബിറ്റ്വീൻ ദം. നെക്സ്റ്റ് എന്താണ് സെമാൻറ്റിക് നെറ്റ്വർക്ക്. സെമാൻറ്റിക് നെറ്റ്വർക്ക്സിൽ എന്താ പറയുന്നത് വെർട്ടീസസ് റെപ്രസെൻറ്റ് വേർഡ്സ് ഓർ കോൺസെപ്റ്റ്. പിന്നെന്താ എഡ്ജസ് എന്താണ് റിലേഷൻഷിപ്പ് എമംഗ് ദ വേർഡ്സ് ആൻഡ് കോൺസെപ്റ്റ്. ഇവിടെ എന്താണ് സെമാൻറ്റിക് നെറ്റ്വർക്കിൽ എന്താണ് വെർട്ടീസസ് എന്താ റെപ്രസെൻറ്റ് ചെയ്യുന്ന വേർഡ്സ് അല്ലെങ്കിൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെന്താ എഡ്ജസ് എന്താണ് അത് അവർ തമ്മിലുള്ള ആ വേർഡ്സും കോൺസെപ്റ്റ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് എന്ത് പറയുന്നത് എഡ്ജസ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നെ ഗ്രാഫ്സ് ഇൻ എപ്പിഡെമിയോളജി. ഇവിടെ എന്താണ് വെർട്ടീസസ് റെപ്രസെൻറ്റ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഡയറക്റ്റഡ് എഡ്ജസ് ദ ട്രാൻസ്ഫർ ഓഫ് ആൻ ഇൻഫെക്ഷ്യസ് ഡിസീസസ് ഫ്രം വൺ ഇൻഡിവിജ്വൽ ടു അനദർ. അതായത് ഇവിടെ എന്താണ് ഓരോ ഇൻഡിവിജ്വലിനെയാണ് വെർട്ടീസസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നെന്താണ് ആ ഡിസീസ് ഒരാളിൽ നിന്ന് വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഡിസീസിനെ ആ ഒരു ട്രാൻസ്ഫറിനെയാണ് എഡ്ജസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നെ ഗ്രാഫ്സ് ഇൻ കമ്പൈലർ. ഗ്രാഫ്സ് ആർ യൂസ്ഡ് എക്സ്റ്റെൻസീവ്ലി ഇൻ കമ്പൈലേഴ്സ്. They can be used for type inference, for so-called data flow analysis, register allocation and many other purpose. എന്തൊക്കെയാണ് ഡാറ്റ ഫ്ലോ അനാലിസിസിന് രജിസ്റ്റർ അലോക്കേഷനും പിന്നെ വേറെ അതർ പർപ്പസിലൊക്കെ എന്താണ് ഗ്രാഫ്സ് ഇൻ കമ്പൈലേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കൺസ്ട്രെയിൻ ഗ്രാഫ്സ്. ഗ്രാഫ്സ് ആർ ഓഫൺ യൂസ്ഡ് ടു റെപ്രസെൻറ്റ് കൺസ്ട്രെയിൻസ് എമംഗ് ഐറ്റംസ്. എന്താണ് GSM നെറ്റ്വർക്കിൽ സെൽഫോൺ കൺസിസ്റ്റ് ഓഫ് എ കളക്ഷൻ ഓഫ് ഓവർലാപ്പിംഗ് കോൾസ്. ഇവിടെയൊക്കെയാണ് എന്ത് ഗ്രാഫ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഡിപ്പെൻഡൻസ് ഗ്രാഫ്. Graphs can be used to represent dependencies or precedences among items. Used in large projects used to minimize the total time or cost to completion. അപ്പോൾ ഇത്രയാണ് applications of graphs.